ഓക്കെ, സുഖമാണോ എന്നുള്ളത് നമ്മൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പൊതുവെ നമ്മുടെ മലയാളികളുടെ ഒരു കാണുമ്പോൾ ആ സുഖമാണോ അത് ചോദിക്കുമ്പോൾ നമ്മൾ അതെ സുഖമാണ് എന്ന് പറഞ്ഞു വിടുന്ന ഒരു ഇതാണ്. അപ്പൊ എന്താ ചേട്ടാ ഈ പേര് വന്നത് എങ്ങനെയാണ്? ഈ ചോദിച്ച പോലെ തന്നെയാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കും. നമ്മുടെ ഈ 3 കഥാപാത്രങ്ങൾ, അതായത് ഐപ്പ്, തീയോ, ചാരു, ഇവരുടെ ലൈഫിലേക്ക് അങ്ങനെ ചോദിക്കാൻ ആൾക്കാരുണ്ടായില്ല. നമ്മളിതിനകത്ത് പറയുന്നൊരു ലോൺലെസ് നമ്മളിതിൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അങ്ങനെ പോകുന്നൊരു ഇതിലാണ്. അപ്പോൾ ഇവരുടെ ലൈഫിലേക്ക് പിന്നെ സുഖമാണെന്ന് ചോദിക്കാൻ ഒരു അവസ്ഥ ഉണ്ടാകും. ആണ് നമ്മുടെ സെക്കൻഡ് ഹാഫ്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആണ് ആക്ച്വലി ഈ രണ്ട് സുഖമാണോ. ഓക്കെ, ജഗദീഷ് ചേട്ടാ, നമ്മൾ ട്രെയിലർ കണ്ടു, ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പൊ ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടർ എന്താ ജഗദീഷ് അതിനകത്ത്? എന്റെ ക്യാരക്ടറിന്റെ പേര് മാത്രം പറയാം, ഐപ്പ്. ബാക്കിയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഒരു സസ്പെൻസ് മൂവി ഒന്നും അല്ല. പക്ഷെ എന്റെ ക്യാരക്ടറിന്റെ പശ്ചാത്തലം അതൊക്കെ പ്രേക്ഷകർക്ക് ഒരു പുതിയ ലെയറുകൾ ചില സ്റ്റേജിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റാത്തത്. പക്ഷെ ഇയാള് ലൈഫിൽ ഒരു എന്താ പറയുക, നമ്മൾ ഈ സാധാരണ സുഖമാണോ എന്ന് പറയുന്നത് കുറച്ചൊരു ഔപചാരികതയും കൂടിയുണ്ട്. ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഹൗ ആർ യു, ഹൗ ഡു യു ഡു എന്നൊക്കെ ചോദിക്കും. ഇവിടെ ബന്ധത്തിൻ്റെയും കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചില ബന്ധുക്കളെ കാണുമ്പോൾ, ചില സുഹൃത്തുക്കളെ കാണുമ്പോൾ സുഖമായിരിക്കുന്നല്ലോ അല്ലേ, സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും കൂടെ ഉണ്ട്. ഔപചാരികതയുടെ സുഖമാണോ ചോദ്യമുണ്ട്, റിയൽ സ്നേഹത്തിൻ്റെ ഉണ്ട്. ഈ റിയൽ സ്നേഹത്തിൻ്റെ മിസ്സായിട്ടുള്ള ചില ക്യാരക്ടേഴ്സാണ് ഈ പടത്തിൽ വരുന്നത്. അവർക്ക് റിയൽ സ്നേഹം കിട്ടിയിട്ടില്ല, എന്നാൽ അവർക്ക് അൺഎക്സ്പെക്റ്റഡ് സർക്കിൾസിൽ നിന്നും സ്നേഹം കിട്ടുന്നുണ്ട്. ഇത്രയും എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് പറയാം. ഐപ്പ് ചിലയിടങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ഐപ്പിന് നിഷേധിക്കപ്പെട്ട സ്നേഹം ഐപ്പിന് വേറെ ചില സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. അത്രയും സൂചന ഞാൻ തരാം. മാത്യുവിന്റെ റോൾ എന്താ? മാത്യുവിന്റെ സിനിമകൾ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, അതിന്റെ താഴത്തെ കമന്റ്സ് ആണ് ഭയങ്കര മാത്യു ഫാൻസ് ആണ്. അതായത് മാത്യു ഇസ് ബാക്ക്, മാത്യു കുറെ ഫയർ ഒക്കെ ആയിട്ട് മാത്യു കാണാറുണ്ട് കമന്റ്സ് ഒക്കെ. അതായത് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഭയങ്കര എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് മാത്യുവിന്റെ ഒരു അടിപൊളി സിനിമ എന്നുള്ള രീതിയിൽ. അല്ല, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. സന്തോഷം എന്താ പറയാ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമുക്കുണ്ടാവുന്ന ഓരോ താഴ്ചയിലും ഉയർച്ചയിലും ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അടുത്ത സിനിമ വരുമ്പോഴും അവർ എക്സ്പെക്റ്റഡ് ആണ്. പ്രേക്ഷകർ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ, എത്രയാണെങ്കിലും അത് ഒരാളാണെങ്കിൽ പോലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഭയങ്കര ഒരു എന്താ പറയാ, നന്ദി ഉണ്ട് അതിനോട്. ഒരുക്കി തന്ന ഡയറക്ടേഴ്സിനും എല്ലാവരോടും ഒക്കെ ഒരു വലിയ നന്ദി. ക്യാരക്ടർ എന്താണ്? തിയോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. തിയോനെ സംബന്ധിച്ചോളം ചെറുപ്പം മുതലേ പല പല കാരണങ്ങളാൽ അവന്റെ ജീവിതത്തിൽ ആരും ഇല്ല. അത് പല പല സിറ്റുവേഷൻസ്, പറഞ്ഞ വലിയ കാര്യങ്ങളൊന്നും അല്ല, പുറമേ നോക്കുമ്പോൾ ചെറിയ കാര്യം. പക്ഷെ അവനെ സംബന്ധിച്ചോളം അത് ഭയങ്കര വലിയ വലിയ മുറിവുകളാണ്. അത് ഒരു തരത്തിലും ഇവന് എന്താ ഇത് ചെയ്യാൻ പറ്റാത്ത മുറിവുകളാണ്, പരിഹരിക്കാൻ പറ്റാത്ത മുറിവുകളാണ്. അപ്പൊ അവൻ അതിനെങ്ങനെയാണ് അവനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അവൻ്റെതായ രീതികളിൽ ഈ പറഞ്ഞ ലോൺലിനെസ്സിൽ അവൻ ആലോചിച്ച് അവൻ അതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കി അതിൽ നിന്ന് എങ്ങനെ ഒരു മോചനം നേടാന്നൊക്കെ ഉള്ള രീതിയിൽ പരിഹാരം ഉണ്ടാക്കി അത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഒരു ട്രാവലാണ്. അതിന്റെ ഇടയിൽ വളരെയധികം കുറച്ച് റിയൽ കണക്ഷൻസ് ഉണ്ടാവും. അതാണ് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ജേർണിയാണ്. ആരും ഇല്ലാത്ത ഒരാളിൽ നിന്ന് വളരെ അടുത്തൊരു 2 പേരെ കിട്ടുകയും അതുണ്ടാവുന്ന മാറ്റങ്ങളും അവൻ എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ പുറത്തു വരുന്നതും എങ്ങനെയാണ് ഇവര് അവനെ സഹായിക്കുന്നതെന്നൊക്കെ ഉള്ളതിന്റെ ഒരു പരിപാടിയാണ്. മാത്യുവിന്റെ ലുക്ക് ഒന്ന് മാറിയിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ചെയ്യുന്ന ഒരു സിനിമയുടെ പോലീസുകാരനായിട്ടാണോ? പുതിയ സിനിമയ്ക്ക് വേണ്ടിയല്ലേ? പേടിയായിരുന്നു ആദ്യം എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോഴേ. ഞാൻ ഈ പ്രായം കുറഞ്ഞ പോലീസുകാരെന്ന് ബേസിക്കലി CPOമാരൊക്കെ ഉണ്ട് 21 വയസ്സിലൊക്കെ. അപ്പൊ എന്നാലും ഞാൻ മറ്റേ ദൈവമേന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്തു. ഫസ്റ്റ് ഡേ ഷൂട്ടൊക്കെ ചെയ്തപ്പോ അവിടെ പോലീസുകാരുണ്ട് ആക്ച്വലി നമ്മുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ അവര് വന്ന് പറഞ്ഞപ്പോഴൊരു സമാധാനം. ദേവിക ക്യാരക്ടർ എന്താണ്? ദേവിക ആഫ്റ്റർ 2 years ആണ് വരുന്നത് അല്ലേ? ആഫ്റ്റർ 2 years ആയില്ലേ? 2024 ആയിരുന്നു തോന്നല്ലേ? സോ അപ്പൊ ഈ ഒരു സിനിമ, അതായത് നമ്മൾ കാത്തിരിക്കായിരുന്നോ നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടി, അതോ ഒരു ബ്രേക്ക് എടുത്തായിരുന്നോ? അങ്ങനെ പ്ലാൻഡ് ബ്രേക്ക് അല്ലായിരുന്നു. എൻ്റെ പ്രയോറിറ്റി എപ്പോഴും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ടു മൂവീസ്
ആൻഡ് പഠിക്കണം എന്നുള്ളതായിരുന്നു. അത് ഞാൻ 10th പഠിക്കുമ്പോഴാണ് ഞാൻ പ്രകാശം ചെയ്യുന്നത്. അപ്പം മുതലേ സ്കൂളിൽ പോവാതെ അല്ലെങ്കിൽ കോളേജിൽ പോവാതെ മൂവി ചെയ്യേണ്ട തന്നെയായിരുന്നു അപ്പോഴേ മനസ്സിലായി. അപ്പൊ മോള് കുറച്ചും കൂടെ അക്കാദമിക്സിലേക്കും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു, ഞാൻ പ്രകാശം കഴിഞ്ഞു, അണ്ടർ ഗ്രാഡ് കഴിഞ്ഞു, ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യുക. അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് എടുത്ത ബ്രേക്ക് അല്ല, നല്ല കഥ വരുമ്പം ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് അരുൺചേട്ടനെ വിളിച്ചത്. ഭയങ്കര ഇൻട്രീഗിങ് ആയിരുന്നു ആദ്യം കേട്ടപ്പോൾ തന്നെ. ഒരു ക്യാരക്ടറിൻ്റെ മോട്ടീവും ആ ക്യാരക്ടറിൻ്റെ ജേർണിയും എനിക്ക് ഭയങ്കര കമ്പല്ലിങ് ആണ്. ഒരു പടം ആസ് ഇറ്റ് ഈസ് പടത്തിൻ്റെ സ്റ്റോറി ലൈൻ അതൊക്കെ ഒബ്വിയസ്ലി അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ മോട്ടീവ് എന്താ, വാട്ട് മേക്സ് ദം ഹു ദേ ആർ, എന്നിട്ട് അവരെന്തിനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് കേട്ടപ്പോഴേ. അപ്പം പ്രൈമറിലി എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം ആൻഡ് അമേസിങ് കാസ്റ്റ് കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം നിങ്ങളുടെ കോംബോയും കുറച്ച് എല്ലാരും എന്താ പറയാ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്, ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ കൂടെ കോംബോ ആദ്യമായിട്ട് വരികയാണ്. എല്ലാരും ആദ്യമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഒരു സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഇന്ററാക്ഷൻ ഉണ്ടായി. വണ്ണിൽ ഞങ്ങൾ ദേശേട്ടനുണ്ട്, ഞാനുണ്ട്, പക്ഷെ നമ്മളൊരു സീനിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ഇപ്പൊ ദേവിക്കും ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻസ് വൈസും ഭയങ്കര ഫ്രഷ് ആക്ഷൻ ക്യാരക്ടേഴ്സ് ആണ്. നോബി ചേട്ടനുണ്ട്, പിന്നെ ഞങ്ങളാണെങ്കിൽ ജഗദീഷ് ചേട്ടനെ നോക്കിയിരിക്കായിരുന്നു ഒരു സംശയം ചോദിക്കാനായിട്ട്. ജഗദീഷ് ചേട്ടാ, ഈ പ്രൊഡ്യൂസറുടെ പേര് ഗൗരവ് കഴിഞ്ഞിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗൗരവ് ചനാന. പുള്ളി മുംബൈയിൽ നിന്നാണ്, അപ്പൊ നോർത്ത് ഇന്ത്യനാണ്. അപ്പം ഈ ആഡ് ഫിലിം ആ ഫീൽഡിലുള്ള ആളാണ്. പുള്ളിയുടെ ആദ്യത്തെ ലൂസിഫർ സർക്കസ്. സോ ഈ സിനിമ ഇറങ്ങുന്നത് ഫെബ്രുവരി 13-ാം തീയതിയാണ് ഗൈസ്. അപ്പൊ എന്താണ് ഫെബ്രുവരി 14-ന് പൊതുവെ എന്തായിരിക്കും നിങ്ങളുടെ പ്ലാൻസ്? വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് പലരും പല രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് പൊതുവെ എങ്ങനെയാണെന്ന് അറിയാം. കഴിഞ്ഞ വർഷത്തെ ഫേമസ് റീല് ജഗദീഷ് ചേട്ടന്റെ ഇഫ് യു ലവ് മീ ഐ ലവ് യു ഇഫ് യു ആ സാധനം ഇല്ലേ, എന്ന് രാജുവേട്ടൻ എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ട്രെൻഡിങ് വാലന്റൈൻസ് ഡേ റീൽ അതായിരുന്നു, നമ്മളൊക്കെ ഇട്ടത് അതായിരുന്നു. അത് കണ്ടായിരുന്നോ ചേട്ടാ? അത് ഇപ്പോഴും കിടന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡയറക്ടേഴ്സ് ഇൻപുട്ട് ആയിരുന്നു ആ സാധനം? അല്ല, അത് ഞാൻ ഇംപ്രവൈസ് ചെയ്തതാണ്. അതിന്റെ കാര്യത്തിൽ ഒരു സെന്റൻസും കൂടെ എഴുത്. എന്ത് ഇഫ് യു ഇംഗ്ലീഷ് ഇഫ് യു ലവ് മീ ഓൾസോ ഐ ലവ് ഇഫ് യു. അതില് 10ാം ക്ലാസ് പാസ്സാകാത്ത ക്യാരക്ടറാണ്. എന്നാ ഇംഗ്ലീഷ് സ്നേഹിക്കുന്ന പെൺകുട്ടി +2 പഠിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. അതിന് വർഷങ്ങൾ കഴിഞ്ഞാലും ആ പ്രേമത്തിന്റെ വാക്കുകൾക്ക് ഇത്രയും പ്രസക്തി ഉണ്ടാവുന്ന അന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇന്ന് യഥാർത്ഥം എന്തായാലും കവിതാക്കൾക്കൊക്കെ തന്നെ ആവേശമായിട്ട് അതൊരു ആത്മാർത്ഥതയുടെ പ്രതിഫലനമാവട്ടെ ആ വാക്കുകൾ എന്നാണ് പ്രാർത്ഥിക്കാൻ നമുക്ക്.